Hello friends. Today we are going to discuss about the chapter 10 Safe Food. BS-ലാണ്, അതായത് ബേസിക് സയൻസിലെയാണ് ചാപ്റ്റർ 10 സേഫ് ഫുഡ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് അപ്പോൾ ഈ ഒരു ചാപ്റ്റർ തുടങ്ങാം. സോ ഫസ്റ്റ് തന്നെ നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്, കുറച്ച് പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഫുഡ് ഐറ്റംസിനെ രണ്ടായിട്ടാണ് തരം തിരിച്ചിട്ടുള്ളത്. എന്തൊക്കെയാണ്? ഹെൽത്തി ഫുഡും അൺഹെൽത്തി ഫുഡായിട്ടും ആണ് നമ്മുടെ ഫുഡ്സിനെ തരം തിരിച്ചിട്ടുള്ളത് അല്ലേ. എന്തൊക്കെയാണ്? ഹെൽത്തി ഫുഡും അൺഹെൽത്തി ഫുഡും. അപ്പോൾ നമ്മുടെ ഈ ഒരു തന്നിട്ടുള്ള പിക്ചറിൽ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ്സിനെയും അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡ്സിനെയും നമുക്ക് കാറ്റഗറി ചെയ്യാം. സോ ഫസ്റ്റ് തന്നെ അൺഹെൽത്തി ആയിട്ടുള്ളത് നോക്കാം. എന്തൊക്കെയാണ്? ചിപ്സ് ഉണ്ട് അല്ലേ, നമ്മൾ ആ പടത്തിൽ ചിപ്സ് ഉണ്ട്. ചിപ്സ് സ്ഥിരം കഴിക്കുന്നത് എന്താണ്, ശരീരത്തിന് ഒട്ടും നല്ലതല്ല, ഹെൽത്ത് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവും. സ്ഥിരം കഴിക്കുന്നത് കേട്ടോ, വല്ലപ്പോഴൊക്കെ ആണെങ്കിൽ ഓക്കെ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഏതാ ഉള്ളത്? ബർഗർ ഇല്ലേ, ബർഗറൊക്കെ എന്നും വാങ്ങി തിന്നുന്നവരൊക്കെ ഉണ്ട്. അതൊന്നും നല്ലതല്ല കേട്ടോ. അടുത്തത് എന്താണ്? ഇതാ നോക്കിക്കോ, എഗ് ബജി അല്ലേ. എഗ് ബജിയിൽ ഓയിൽ കണ്ടൻറ്റ് അടങ്ങിയിട്ടുണ്ട്. ഓയിൽ ഒരുപാടായിട്ടുള്ളത് കൊണ്ട്, പൊരിക്കുന്നത് കൊണ്ട് തന്നെ അതും വളരെ ഹാനികരമാണ് എന്നും കഴിക്കുന്നത്. അടുത്തത് പൊറോട്ടയാണ്. പൊറോട്ട മൈദ ആയതുകൊണ്ട് തന്നെ നല്ല എന്താണ്, ഹെൽത്തി അല്ല, എന്നാലും വല്ലപ്പോഴും ഒക്കെ കഴിക്കാം. പിന്നെ ഉള്ളത് ഐസ്ക്രീം സ്ഥിരം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഹെൽത്ത് പ്രോബ്ലംസ്, പനി വരും, ജലദോഷം വരും, അങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് വരും. ഹെൽത്തിയിൽ ദോശ വരുന്നുണ്ട്. പിന്നെ ബിരിയാണി അൺഹെൽത്തി ആണ്, ഞാൻ മാറിപ്പോയിട്ട് ഹെൽത്തിയിൽ എഴുതി കേട്ടോ. അപ്പോൾ ഹെൽത്തിയിൽ ദോശ വരും, റൈസ് വരും, പിന്നെ എന്ത് വരും? ദോശ, റൈസ്. പിന്നെ ഉള്ളത് ബിരിയാണി അൺഹെൽത്തിയിലാണ് വരുന്നത്. ഞാൻ ഹെൽത്തിയിൽ മാറി എഴുതിയതാണ്, സോറി. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ കാറ്റഗറി ചെയ്യുമ്പോൾ വരുന്നത്. ഇത് മാത്രമല്ല, നിങ്ങൾക്ക് കഴിക്കുന്ന മെനൂസിലും നിങ്ങൾ എന്തൊക്കെയാണ് കഴിക്കുന്നതെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളത് ക്രിയേറ്റ് ചെയ്തിട്ട് നോക്കുക, ഹെൽത്തി ഫുഡും അൺഹെൽത്തി ഫുഡും. ഇനി നോക്കിക്കോ, വൈ ഡു വി ഈറ്റ് ഫുഡ്? ഓക്കെ, എന്താണ് വൈ ഡു വി ഈറ്റ് ഫുഡ്? എന്തിനാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത്? ഓക്കെ, എന്തിനാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത്? എന്തിനാണ്? ഫോർ ഹെൽത്തി ഗ്രോത്ത്, എന്താണ്, നല്ല ആരോഗ്യത്തോടെ വളരാൻ വേണ്ടിയിട്ട്. ഫോർ എനർജി ടു വർക്ക് ചെയ്യാനുള്ള എനർജിക്ക് വേണ്ടിയിട്ട്. ഫോർ ഗെറ്റിംഗ് ഇമ്മ്യൂണിറ്റി, എന്താണ്, പ്രതിരോധ ശക്തി കിട്ടാൻ വേണ്ടിയിട്ട്. ഫോർ ഗെറ്റിംഗ് ന്യൂട്രിയൻസ് ആൻഡ് മിനറൽസും ന്യൂട്രിയൻസും കിട്ടാൻ വേണ്ടിയിട്ട്. വെയർ ഡു യു ഗെറ്റ് ഫുഡ്? എന്താണ്, നമുക്ക് ഫുഡ് എവിടെ നിന്നാണ് കിട്ടുന്നത്? ഹൗ മെനി ടൈംസ് ഡു വി ഈറ്റ് ഫുഡ് യൂഷ്വലി? നമ്മൾ എത്ര പ്രാവശ്യം ഫുഡ് കഴിക്കും? അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. എന്തൊക്കെ ഡിഷ് നമ്മുടെ ഫുഡ് ഐറ്റംസിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യും? പിന്നെ ഇതൊക്കെ ഉണ്ടാക്കാൻ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത് എന്നൊക്കെയാണ്. ഇനി നോക്കിക്കോ, ഒരു ചെറിയ ഒരു പോർഷൻ ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ, ഒരു ലഞ്ച് ടേബിൾ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു ലഞ്ച് ടേബിൾ ചെറുതായിട്ട് റഫായിട്ട് വരയ്ക്കുന്നതേ ഉള്ളൂ കേട്ടോ. ഇനി എന്തൊക്കെ എഴുതിയിട്ടുണ്ട്? ബോയിൽഡ് റൈസ്, പിന്നെന്താണ്, ഫസ്റ്റ് തന്നെ ലഞ്ച് ഇൻഗ്രീഡിയൻസ് യൂസ്ഡ്, സോഴ്സ് ഓഫ് ദ ഇൻഗ്രീഡിയൻസ് ആണ് എഴുതിയിട്ടുള്ളത് അല്ലേ. നമുക്ക് ബോയിൽഡ് റൈസിന് റൈസും വാട്ടറും വേണം. പിന്നെ അത് ഷോപ്പിൽ നിന്നും വെല്ലിൽ നിന്നും ഒക്കെയാണ് കിട്ടുന്നത്. ഫിഷ് കറിയിൽ ഫിഷും അതർ സംഭവങ്ങളും വേണം. അതൊക്കെ നമുക്ക് മാർക്കറ്റിൽ നിന്ന് ഷോപ്പിൽ നിന്നൊക്കെ കിട്ടും. തോരനിൽ പീ, കോക്കനട്ട് ഓയിൽ എക്സെട്ര ഫ്രം ഹോം, ഷോപ്പിൽ നിന്നും. ഓക്കെ, ഇനി നോക്കിക്കോ, ഡിഫറെൻറ്റ് ഫുഡ് നീഡ്സ് ഡിഫറെൻറ്റ് ഐറ്റം ഇൻഗ്രീഡിയൻസ് ഫോർ കുക്കിംഗ്. നമുക്ക് ഒരുപാട് സാധനങ്ങൾ വേണം കുക്ക് ചെയ്യാൻ. വി ഈറ്റ് മസ്റ്റ് ബി സേഫ് ആൻഡ് ന്യൂട്രീഷ്യസ്
നമ്മളെല്ലാം ന്യൂട്രീഷ്യസ് ആയിട്ട് സേഫ് ആയിട്ടുള്ള ഫുഡ്സ് വേണം യൂസ് ചെയ്യാൻ. പ്രിക്വേഷൻസ് ബിഫോർ സെലക്ടിങ് സേഫ് ഫുഡ് ഐറ്റംസ്: സെലക്ഷൻ ഓഫ് ഫുഡ്, ക്ലീനിങ് ഫുഡ് ഐറ്റംസ് വെൽ, കുക്കിംഗ് പ്രോപ്പർലി, കീപ് ദ കുക്ക്ഡ് ഫുഡ് സേഫ്ലി, സർവ് ദ ഫുഡ്. നമ്മൾ ഫുഡ് എടുക്കുമ്പോൾ കെയറോട് കൂടി സർവ് ചെയ്യണം. ബൈ ഫ്രണ്ട്.